പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS സ്ഥാപകന്റെ പേരിടാനുള്ള തീരുമാനത്തിൽ ന്യായീകരണവുമായി BJP രംഗത്ത് വന്നിരിക്കുകയാണ്. ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര പോരാളിയാണെന്നാണ് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നത്. ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് EMS പറഞ്ഞിട്ടുണ്ടെന്നും BJP നേതാവ് പറയുന്നുണ്ട്. EMSന്റെ പ്രസ്താവനയെ CPM തള്ളിപ്പറയുമോ എന്നും ഹെഡ്ഗേവാർ ദേശീയവാദി എന്നതിന് കോൺഗ്രസിന്റെയും CPMന്റെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും BJP പറയുന്നുണ്ട്. ആരാണ് ഹെഡ്ഗേവാർ എന്ന ചോദ്യമാണ് ഇപ്പോൾ എവിടെയും ഉയരുന്നത്. കേശവ ബലിറാം ഹെഡ്ഗേവാർ RSS എന്ന തീവ്ര ഹിന്ദു സംഘടനയുടെ സ്ഥാപക നേതാവാണ്. ഭോസ്ല രാജാക്കന്മാരുടെ കീഴിൽ മുഗൾ സാമ്രാജ്യത്തെ എതിർത്ത് അണിനിരന്ന ബ്രാഹ്മണ കുടുംബത്തിലാണ് ഹെഡ്ഗേവാർ ജനിച്ചത്. കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ ഡിഗ്രി നേടിയതിനാൽ ഡോക്ടർ ജി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന അനുശീലൻ സമിതിയാണ് ഹെഡ്ഗേവാറിന്റെ തീവ്ര ഹിന്ദുത്വം വളർത്തിയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന അനുശീലൻ സമിതിയാണ് ഹെഡ്ഗേവാറിൽ തീവ്ര ഹിന്ദുത്വം വളർത്തിയത്. ആദ്യകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു ഹെഡ്ഗേവാർ. മഹാത്മാഗാന്ധിയുടെ നയങ്ങളോട് എന്നും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അവസാനം അദ്ദേഹം കോൺഗ്രസ് വിടാൻ തീരുമാനിക്കുകയായിരുന്നു. മുസ്ലിങ്ങളെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഗാന്ധിജിയുടെ ആഹ്വാനം ഹെഡ്ഗേവാർ പലതവണ ചോദ്യം ചെയ്തിരുന്നു. മുസ്ലിങ്ങൾ പാമ്പുകളാണെന്നും ദേശവിരുദ്ധരാണെന്നുമായിരുന്നു ഹെഡ്ഗേവാർ വിശ്വസിച്ചിരുന്നത്. അത് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. നിരവധി പുസ്തകങ്ങളിലും അനുഭവക്കുറിപ്പുകളിലും ഹെഡ്ഗേവാർ തീവ്ര ഹിന്ദുത്വവാദിയും മുസ്ലിം വിരുദ്ധനുമാണെന്ന് കൃത്യമായി തെളിയിക്കുന്നുണ്ട്. ഇന്ത്യയെ ഹിന്ദു എന്ന ആശയം വഴി ഒന്നിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മറ്റ് മതങ്ങളോടുള്ള എതിർപ്പും അവരെ രാജ്യത്ത് നിന്ന് ഓടിക്കാനുള്ള ആഗ്രഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ഹെഡ്ഗേവാർ. സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം കാണാത്തതിന് കാരണം മുസ്ലിങ്ങൾക്ക് രാജ്യത്തെക്കാൾ സ്നേഹം മതത്തോടുള്ളത് കൊണ്ടാണെന്ന് ഹെഡ്ഗേവാർ വിശ്വസിച്ചിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് വിവിധ രാജ്യങ്ങളിൽ മുസ്ലിം ഭരണം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഹെഡ്ഗേവാറിനെ കടുത്ത വർഗീയവാദിയാക്കുകയായിരുന്നു. ഹിന്ദു മുസ്ലിം ഭായ് ഭായ് എന്ന സങ്കല്പം ഒരിക്കലും നടക്കാത്തതാണെന്നും ഹിന്ദുക്കളുടെ ആചാരത്തെയും ജീവിക്കാൻ അനുവദിക്കുക എന്ന സങ്കല്പത്തെ ഒരിക്കലും അംഗീകരിക്കാത്തവരാണെന്നും ഹെഡ്ഗേവാർ പരസ്യമായി പറഞ്ഞിരുന്നു. അതുപോലെ ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വയം സേവകർ പങ്കെടുക്കാൻ പാടില്ലെന്ന് RSSന്റെ പ്രഖ്യാപിത നയമായിരുന്നു. ഹെഡ്ഗേവാറുടെ ജീവചരിത്രകാരൻ തന്നെ ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ സമരങ്ങളിൽ ഹെഡ്ഗേവാർ പോയിട്ടുള്ളത് സമരത്തിൽ പങ്കെടുക്കാനെത്തുന്ന ദേശവാദികളെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിരുന്നു. ബ്രിട്ടനല്ല, മുസ്ലിങ്ങളാണ് ഒന്നാമത്തെ വിദേശ ശത്രു എന്ന നിലപാടായിരുന്നു RSSനുണ്ടായിരുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമാണെന്ന കാര്യം അവർ അംഗീകരിച്ചിരുന്നില്ല. ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി വാദിച്ച ഗാന്ധിജിയെ അവർ ഹിന്ദുക്കളുടെ ശത്രുവായിട്ടാണ് കണ്ടത്. 1925 മുതൽ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ ഇന്ത്യൻ ജനത നടത്തിയ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ ഒരിടത്തും ഹെഡ്ഗേവാർ ഉൾപ്പെടെയുള്ള ഒരു സംഘ നേതാക്കളും എത്തി നോക്കിയിട്ട് പോലുമില്ല. അതേസമയം നൈപുണ്യ വികസന കേന്ദ്രത്തിൽ ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിൽ BJPയിൽ ഭിന്നതയുണ്ടെന്നാണ് സൂചന. RSSന്റെ അനുമതി വാങ്ങാതെയാണ് പേര് നൽകിയതെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. ദേശീയ നേതാക്കളുടെ പേര് നൽകുന്നതിൽ അനുമതി വാങ്ങാത്ത നിലപാടിൽ അതൃപ്തിയിലാണ് RSS നേതൃത്വവും. ഹെഡ്ഗേവാറെ ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നതിൽ കടുത്ത അതൃപ്തിയും പരിവാർ സംഘടനകൾക്കുണ്ട്. പക്ഷെ പാലക്കാട്ടെ സംഭവവികാസങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയാണ് കോൺഗ്രസ്. സംഘപരിവാർ വിരുദ്ധ മനസ്സുകളെ ഈ വിഷയം മുന്നിൽ കണ്ട് ഒന്നിപ്പിച്ചു നിർത്തുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ BJPക്കെതിരെ ഉറച്ച നിലപാടുകളാണ് വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. CPMഉം ഇടതു സംഘടനകളും വിഷയം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. BJPക്ക് തൊട്ടടുത്ത് വരെ വന്നിട്ട് നഷ്ടപ്പെട്ട മണ്ഡലമാണ് പാലക്കാട്. ആ മണ്ഡലം തിരികെ പിടിക്കാനുള്ള പഠിച്ച പണി 18ഉം അവർ ശ്രമിക്കുകയാണ്. എന്നാൽ അതിനെതിരെ ആവനാഴിയിലെ അവസാന ആയുധങ്ങളും പുറത്തെടുത്ത് പ്രതിരോധിക്കുകയാണ് കോൺഗ്രസ്.